Guys, welcome back to my YouTube channel, and this is all about MacBook Air M3. സോ M3 ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി. അപ്പോൾ രണ്ടാഴ്ചയിൽ ഇതിലെന്തൊക്കെയാണ് നമുക്ക് ഒരു ഡിസൈനറിന് ഫേവറബിൾ എന്ന് നോക്കാം. അതായത് ഇത് MacBook Air 13-inch M3 2024, 8GB RAM, പിന്നെ ഇതിൻ്റെ OS വരുന്നത് സൊനോമ 14.3 ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് 250 GB ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ ഒന്ന് ക്രാക്ക് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ എനിക്ക് ഒരാഴ്ചയ്ക്ക് മേലെയായി. പിന്നെ നമുക്ക് മാക്കിന് അതിൻ്റേതായ സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഞാൻ ന്യൂ ടു മാക്ക്, സോ ഇതുമായിട്ടൊന്ന് യൂസർ ഫ്രണ്ട്ലി ആവാൻ തന്നെ ഒരു 1 വീക്കിന് മേലെയായി. സോ വൺസ് നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്തൊക്കെ ഒരു ഫ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ വളരെ കംഫർട്ടബിളാണ് വർക്ക് ചെയ്യാൻ. സ്പീഡായാലും ഇതിൻ്റെ പെർഫോമൻസിൻ്റെ റെൻഡറിങ് സ്പീഡ് എല്ലാം ദ വേ ബെറ്റർ ദാൻ വിൻഡോസ്. മാക്ബുക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് ഡിസൈനേഴ്സിനായാലും വീഡിയോ എഡിറ്റേഴ്സിനായാലും. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഞാൻ കുറച്ച് ചെയ്ത് നോക്കി. വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന, റിയൽ ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിലിപ്പോൾ അവൈലബിൾ FCP അവൈലബിൾ ആണ് മാക്കിന്. കൂടാതെ അഡോബിൻ്റെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, മറ്റേ ഡാവിൻസി റിസോൾവ് യൂസ് ചെയ്യാം. സോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. കൂടാതെ ഇത് സൈസിൽ ഇത്തിരി ചെറുതായതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും ബാഗിലിട്ട് എല്ലാം നമുക്കിത് കൂടുതൽ എളുപ്പമാണ്. ഹെവി അത്ര തോന്നിയില്ല എനിക്ക്. സോ മാക്ബുക്ക് എയർ ആണിത്. മാക്ബുക്ക് പ്രോ ഉണ്ട്. സോ അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാക്ബുക്ക് എയർ M1 ഇപ്പോൾ ഐ തിങ്ക് 70,000 എബോവ് ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈനിൽ. പക്ഷേ ഞാനിത് ശരിക്കും മറ്റേ മാക്കിൻ്റെ ഷോറൂമിൽ തന്നെ പോയി എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആയാലും വർക്ക് ചെയ്യാൻ കൂടുതലും നമുക്കെന്താ പറയുക, ഒരു എന്താ പറയുക, നമുക്ക് ഒരു ലേസിനെസ് തോന്നില്ല വർക്ക് ചെയ്യാൻ. നല്ല സ്മൂത്തായിട്ട് ഒരു ഫ്ലോയിൽ പോവും. സോ അതാണ് ഇതിൻ്റേത്. ഇതിൻ്റെ ഒരു ബേസിക് ഒരു ഇൻ്റർഫേസ്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് വാങ്ങിച്ചതും നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രോപ്പർട്ടീസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വിൻഡോസിൽ കാണുന്ന പോലെ ഇവിടെ വരും. ഇപ്പം ഞാൻ ഫൈനൽ FCP ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ FCP ക്ലോസ് ചെയ്തു. FCP നമ്മൾ അപ്പോൾ സേവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് ഓട്ടോ സേവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള എല്ലാം ക്ലോസ് ചെയ്തു. നമുക്കിവിടെ ഒരു ഡോക്ക് ഉണ്ടാവും. ഈ ഡോക്കിൽ നമ്മൾ സാധാരണ ഈ ടാബിൽ പിൻ ചെയ്ത് വയ്ക്കില്ലേ വിൻഡോസിൽ, അതുമാതിരി തന്നെയാണ്. ഈ ഡോക്കിൽ എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർസൊക്കെ ഞാൻ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ താഴെ ഒരു പോയിൻ്റ് പോലെ കാണുന്നതൊക്കെ ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ആണ്. നമ്മളത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് മൗസ് പാഡിൽ നമ്മൾ 2 വിരലും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് കിട്ടും ഇതിൽ. എന്നിട്ട് ക്ലിക്ക് കൊടുത്താൽ അത് ക്ലോസ് ആകും. ഇത് ഞാൻ ഇത്രയും ബേസിക്കായിട്ട് പറഞ്ഞു തരുന്നത്, ഇത് ഞാൻ ഒരുപാട് അറിയാതെ കഷ്ടപ്പെട്ടു. കാരണം നമുക്ക് മാക്കിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതലങ്ങനെ യൂട്യൂബിലൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ തന്നെ തനിച്ച് എല്ലാം നോക്കിയിട്ടാണ് ഇത് പഠിച്ചെടുത്തത്. അപ്പോൾ പുതിയതായിട്ട് വാങ്ങുന്ന ആൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി നമുക്കിവിടെ ഫൈൻഡർ ഉണ്ടാവും. പിന്നെ സെയിം തന്നെയാണ്. നമുക്കിപ്പോൾ ഇതിൽ മാനുവലായിട്ടും നമുക്ക് നമ്മുടെ ഫോൾഡേഴ്സിലോട്ട് പോകാം, അതില്ലാതെ ഇങ്ങനെ ഷോർട്ട് കട്ട് വഴിയും പോകാം. ഇപ്പോൾ ഇത് നമുക്ക് ഡെസ്ക്ടോപ്പാണ്. ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ കുറച്ച് നമ്മൾ ഫോൾഡേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ് വരിക, നമ്മൾ ഈ ആപ്പിളിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ട് ദിസ് മാക്ക് വരും. എബൌട്ട് ദിസ് മാക്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ
ഇൻഫർമേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് സിസ്റ്റം സെറ്റിങ്ങിലാണ് നമ്മളിപ്പോൾ ഫോണിൽ സെറ്റിങ്സിൽ പോയാൽ ഉള്ള കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഇവിടെയും. വൈഫൈ, ബ്ലൂടൂത്ത്, നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സ് നിങ്ങൾ തന്നെ പോയി ഒന്ന് നോക്കി എക്സ്പ്ലോർ ചെയ്താൽ മതി. ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇവിടെ ഡോക്കിൽ ഫൈൻഡർ എന്നുണ്ടാവും. ഈ ഫൈൻഡർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോൾഡേഴ്സിന് ആക്സസ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് ഉണ്ട്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡോസിൽ കൺട്രോൾ പാനലിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടല്ലോ സോഫ്റ്റ്വെയർസ്, അതുപോലെ ഒരു സെറ്റപ്പാണ് നമുക്കിപ്പോൾ. ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഇവിടെ കാണിക്കും ആപ്ലിക്കേഷൻസിൽ. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഈ ട്രാഷിൽ കൊണ്ടിട്ടിട്ട് കളയുക. അങ്ങനെയാണ് ഇതിൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെയാണ് അതിൽ. മെയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസും ഡെസ്ക്ടോപ്പും ഡൗൺലോഡ്സുമാണ് യൂസ് ചെയ്യാറ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡൗൺലോഡ്സിൽ വന്ന് നടക്കും. പിന്നെ എന്തെങ്കിലും നമ്മൾ ഹാർഡ് ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ അത് ഈ ലൊക്കേഷൻസിൽ വന്ന് കാണിക്കും. അപ്പോൾ മെയിനായിട്ട് ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ലോഞ്ച് പാഡിൽ നമ്മുടെ ആപ്സ് മീൻസ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അത് നമുക്ക് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ ആവശ്യമുള്ള സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ ഡോക്ക് ചെയ്തപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ മെയിനായിട്ട് വരുന്നത് സഫാരി ബ്രൗസറാണ്. നമ്മളിപ്പോൾ ക്രോം ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ സഫാരിയാണ് മെയിൻ. സഫാരി ഈസ് വെരി ഫാസ്റ്റ്. ബാക്കിയെല്ലാം സോഫ്റ്റ്വെയർസാണ്. ഇപ്പോൾ ഇതിൽ FCP, ബ്ലെൻഡർ, യൂട്യൂബിൻ്റെ ആപ്പ് നമുക്ക് ക്രോമിൽ തന്നെ ഒരു ടാബിൽ പോയാൽ നമുക്കിങ്ങനെ ഷോർട്ട് കട്ടാക്കി വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാം നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസാണ്. പിന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ 2 ഫിംഗർ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് കിട്ടും. പക്ഷേ റൈറ്റ് ക്ലിക്കൊന്നും ഞാൻ അത്ര അങ്ങനെ യൂസ് ചെയ്യാറില്ല അവിടെ. പിന്നെ നമുക്ക് മൗസ് ക്ലിക്ക് എവിടെ വേണമെങ്കിലും ഈ ടാബിൽ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ ഏത് സോഫ്റ്റ്വെയർസാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഷോർട്ട് കീസാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ഡേറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ടാബ്സൊക്കെ വരും. പിന്നെ ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ഡിസ്പ്ലേൻ്റെ ഇത് നമുക്ക് കീബോർഡിലും ഉണ്ട്, ഇതിലും ഉണ്ട് സൗണ്ട് കാര്യങ്ങൾ. പിന്നെ സെർച്ചിൽ നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ഇപ്പോൾ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാംഗ്വേജസൊക്കെ നമ്മൾ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരി തന്നെയാണ്. പിന്നെ വലിയതായിട്ടൊന്നും പറഞ്ഞു തരാനില്ല. പിന്നെ എല്ലാം പെർഫോമൻസാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വിക്കായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. ആക്ച്വലി മാക്ക് ഈസ് എന്തപ്പോൾ ഒന്നും പറയാനില്ല. നമുക്ക് നിങ്ങളൊരു ഡിസൈനറാണ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്ററാണ്, നല്ലൊരു ലാപ്ടോപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് മാക്ക് കൺസിഡർ ചെയ്യുക. കാരണം നമുക്ക് എന്തുകൊണ്ടും ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ബാക്കി പുതിയ സോഫ്റ്റ്വെയർസൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. സോ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇനി ഫുൾ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ട്രാവൽ വീഡിയോസ് ഉണ്ടാവും, നമുക്ക് കുക്കിംഗ് ഡിവൈസസ് എല്ലാം റിവ്യൂ ചെയ്യാം, മൂവി റിവ്യൂ ചെയ്യാം, ബാക്കി എല്ലാം വഴിയേ വരും. So keep watching, keep support me, and do subscribe this channel, and thank you.